എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ്. കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 1.5 മീറ്റർ തുണി എടുത്തിട്ടുള്ളത്, അത്ര തന്നെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ 2 വയസ്സായിട്ടുള്ള മോളുടെ അളവിലാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഫ്രോക്ക്. അപ്പോൾ നമുക്ക് ഇതൊരു ഷിഫോൺ ടൈപ്പ് തുണിയാണ്. കറക്റ്റ് എനിക്ക് ഏത് തുണി മെറ്റീരിയൽ അറിയില്ല, എന്താ പറയുക, ഒരു കുഴഞ്ഞെടുക്കുന്നൊക്കെ ഒരു ടൈപ്പ് തുണിയാണ്. ഇനി നമുക്ക് ബോട്ടം പാർട്ട്, അതായത് ഫ്രോക്കിൻ്റെ താഴെയുള്ള ഭാഗം നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ 14 ഇഞ്ചാണ്, ഇതിൻ്റെ ഇറക്കം എടുത്തിട്ടുള്ളത്. വിഡ്ത്ത് 45 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞിന് എത്ര ഫ്രോക്കിന് എത്ര ഇറക്കം വേണമെന്ന് നോക്കുക, അതിനനുസരിച്ച് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുക കേട്ടോ. പിന്നെ വിഡ്ത്ത് എടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുഞ്ഞിൻ്റെ വേസ്റ്റില്ലേ, അതായത് അരവണ്ണല്ലേ, അതിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് മോൾക്ക് വേസ്റ്റ് 20ആണ്, അപ്പോൾ അതിന് 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 60 ഇഞ്ച് വരെ എടുക്കാം, നല്ല ഞൊറിയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 45 എടുത്തിട്ടുള്ളത്, എനിക്ക് എത്ര തുണി ഉണ്ടായുള്ളൂ. അപ്പോൾ അത്ര തന്നെ അളവിൽ തന്നെ ലൈനിങ് എടുക്കുക. ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് ഞാൻ 12 ഇഞ്ചും വിഡ്ത്ത് അത് സെയിം തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ശ്രദ്ധിക്കണം, നമ്മൾ മെയിൻ ക്ലോത്ത് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ തന്നെ എത്ര നമ്മൾ ലൈനിങ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് രണ്ടും ലൈനിങ്ങും നമ്മുടെ മെയിൻ തുണിയും ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് വെക്കുക. നമ്മുടെ മെയിൻ തുണി, അതായത് നമ്മുടെ നല്ല തുണിയുടെ മോശം വശത്താണ് ലൈനിങ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കണം. ഇതുപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ലൂസ് സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഞൊറികൾ ഇട്ട് കൊടുക്കാനായിട്ട്. ലൂസ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീനിൽ വലിയ കാണിച്ചിട്ടുള്ള സ്റ്റിച്ചില്ലേ, അതാണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ ആ ത്രെഡ് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഞൊറികൾ കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട്, അതായത് ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് ലൂസ് സ്റ്റിച്ച് കൊടുക്കും, അതുപോലെ തന്നെ നല്ല തുണിയും ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ടും ചേർത്ത് വെച്ച് തയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും, രണ്ടും ഒരുപോലെ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ രണ്ടും ഞാൻ ഞൊറികളിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോട്ടം പാർട്ട് കഴിഞ്ഞു, ഇനി യോക്ക് പാർട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ യോക്കിന് നമ്മൾ ഇതുപോലെ അത് ലൈനിങ്ങിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ലൈനിങ് ഇതുപോലെ 4ആയിട്ട് മടക്കിയിടണം. എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്തു, നെക്ക് ലെങ്ത്തും 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് വരച്ചു കേട്ടോ. ഇനി ഷോൾഡർ ഞാൻ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇനി ഇങ്ങോട്ട് ആം ഹോൾ 4.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്തു. ഇനി ചെസ്റ്റ് ഞാൻ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. പിന്നെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഇതുപോലെ ഒരു ആം ഹോള് ഒരു റൗണ്ട് ഷേപ്പിലും വരച്ചു കൊടുത്തു. നെക്കും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ വരച്ചു കൊടുത്തു. അപ്പോൾ നെക്ക് വിട്ട് ഞാൻ 2 ഇഞ്ച് എടുത്തു, നെക്കിൻ്റെ ഇറക്കം 2 ഇഞ്ച്, രണ്ടും അങ്ങനെയാണ് എടുത്തത്. പിന്നെ ഷോൾഡർ 4 ഇഞ്ച്, ആംഹോൾ 4 ഇഞ്ച്, ചെസ്റ്റ് ഞാൻ 7 ഇഞ്ച്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചെസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. യോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 9 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ശ്രദ്ധിക്കുക കാര്യങ്ങൾ. ഇത്ര മതി നമുക്ക് മെഷർമെൻറ്റ്സ്. പിന്നെ ഇത് മാർക്ക് ചെയ്തത് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് കറക്റ്റ് തുണിയാണ് ഞാൻ ചെസ്റ്റിന് വേണ്ടി എടുത്തത്, അപ്പോൾ എക്സ്ട്രാ ഒന്നും വന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ലെങ്ത്തും ഇതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള തുണിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്, അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റി. ഇതുപോലെ ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് മെയിൻ തുണി കട്ട് ചെയ്യണ്ടേ. അപ്പോൾ അതുപോലെ 4ആയിട്ട് തന്നെ മടക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒക്കെ സെയിം 2 ഇഞ്ച് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കൂടുതലൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് യോക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു, ലൈനിങ്ങും ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ് ഇത് ചേർത്ത് വെച്ചടിക്കണം. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, നല്ല തുണിയുടെ മോശം വശത്ത് ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ആം ഹോൾ സ്റ്റിച്ച് ചെയ്യുക, ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക, നെക്ക് സ്റ്റിച്ച് ചെയ്യുക, അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഒരു ലൈനിങ് തുണി എടുക്കുക. അത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് നമ്മൾ നെക്കില്ലേ
നമ്മൾ ഫ്രണ്ട് ഏതെങ്കിലും ഒരു ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് ആ തുണിയുടെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് ആ നെക്കിൻ്റെ ആ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ഇഞ്ച് നീക്കിയിട്ട് വീണ്ടും ഒരു ഷേപ്പ് ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 4ആയിട്ട് തുണി മടക്കിയിട്ടിട്ടാണ് ഞാനിത് വരയ്ക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ 2 നെക്കും നമുക്ക് ഒറ്റയടിക്ക് 2 പീസ് കിട്ടും. കണ്ടോ, ഇതുപോലെ 2 പീസ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 4ആയിട്ട് മടക്കിയത്. നമുക്ക് ബാക്കും ഫ്രണ്ടൊക്കെ സെയിം ആയതുകൊണ്ട് 4ആയിട്ട് മടക്കിയിട്ട് ചെയ്യാം. ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആണ് നിങ്ങൾ ഇറക്കം എടുക്കുന്നുണ്ടെങ്കിൽ 4ആയിട്ടല്ല 2ആയിട്ട് മടക്കിയിട്ട് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ചെയ്തു. ഇനി നമുക്ക് നെക്ക് നീറ്റായിട്ട് ചെയ്യാനായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇനി നമുക്കിതിൽ വെച്ച് കൊടുക്കണ്ടേ. അതിനായിട്ട് ആദ്യം തന്നെ ഈ പീസിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ട് നെക്കിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തു, അടിഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്, ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ചെറിയ കട്ട് കൊടുക്കുക. നമുക്ക് തിരിച്ചിടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതുപോലെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇതുപോലെ 2 പീസും ചെയ്തെടുക്കണം, ഫ്രണ്ടും ബാക്കും ചെയ്യണം. എന്നിട്ട് ബാക്കിൻ്റെ മാത്രം ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ കുറച്ച് ഗ്യാപ്പ്, ഒരു 1/2 ഇഞ്ച് ഇറക്കിയിട്ട് മാത്രം ടോപ്പ് സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് സിബ് വയ്ക്കാനായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. സിബ് വയ്ക്കാനായിട്ട് സെൻറ്റർ ഇതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പീസ് എടുക്കുക, ഒരു എക്സ്ട്രാ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. സിബിൻ്റെ എത്രയാണോ വർക്കും അതിനെ തന്നെ എടുക്കാം, ലെങ്ത്ത് കേട്ടോ. ഇനി ഇതാ ഇതിൻ്റെ 2 സൈഡൊന്നും മടക്കി തയ്ക്കാം. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കണ്ടേ. അതിനായിട്ട് ഇതിൻ്റെ 2 സൈഡും നമ്മൾ മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യണം. നമ്മൾ എടുത്തില്ല, ആ പീസിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അരികിലായിട്ട് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത മറ്റേ പീസിലും ഇതുപോലെ തന്നെ ഇതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ അരികിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ 2 സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് അത് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. അപ്പോൾ ഇത് നീറ്റായി, നമ്മുടെ ഈ ഒരു ഭാഗം നീറ്റായി കിട്ടി. ഇനി നമുക്ക് സിബ് വയ്ക്കാം. സിബ് നമുക്ക് തുറന്ന് വെക്കുകയാണ് എളുപ്പമായിട്ട് വരിക കേട്ടോ. അപ്പോൾ സിബ് തുറക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയില്ലേ, ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ സിബ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഇങ്ങനെ അരികിലായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത് മുകളിൽ വെച്ച് കൊടുക്കുക. സിബ് കാണാത്ത രീതിയിൽ അടുത്ത പീസ് മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ശ്രദ്ധിക്കുക, സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിബ് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ താഴെ ഒരു സ്ക്വയർ ഷേപ്പിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് 2 ഇതും ജോയിൻ ചെയ്ത് അടിക്കണം. ഇനി ഷോൾഡർ ആണ് അടിക്കേണ്ടത്. ഷോൾഡർ അടിക്കുമ്പോൾ ബാക്കിൻ്റെ മുകളിലായിട്ട് ഫ്രണ്ട് വെച്ച് 2ൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരണം കേട്ടോ. അങ്ങനെ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് ഉള്ളിലോട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കണം. നമ്മൾ ഇതുപോലെ ആ നെക്കിൻ്റെ നമ്മൾ എക്സ്ട്രാ തുണി എടുത്ത് ചെയ്തില്ലേ, അത് ഇതുപോലെ വെച്ചിട്ട് അതിനെ ചേർത്ത് മടക്കി വെക്കണം. ഇതിൽ കാണുന്ന പോലെ ചെയ്യണം. ഇതുപോലെ 2ഉം ചേർത്ത് വെക്കുക. എന്നിട്ട് ആ പീസ് ചേർത്ത് ഷോൾഡർ തുന്നിയെടുക്കണം കേട്ടോ. എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, പറയുമ്പോൾ എന്തോരം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ശരി, അപ്പം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തു കണ്ടോ. ഇതുപോലെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഇനി ബോട്ടം പാർട്ട് ഇതിൽ ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കണം. ഇതുപോലെ 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2ഉം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2ഉം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടോ. ഇനി നമുക്ക് 2 സൈഡും ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ 2 സൈഡും ചെയ്തെടുക്കുക. പിന്നെ എന്ത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ആദ്യം തന്നെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഈ ലൈനിങ്ങുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ലൈനിങ്ങുകൾ മാത്രം സ്റ്റിച്ച് ചെയ്യാണ്. ആ മെയിൻ ക്ലോത്ത് ഉള്ളിലോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം മെയിൻ ക്ലോത്ത് 2ഉം സ്റ്റിച്ച് ചെയ്യാം. 4ഉം ഒരുമിച്ചല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, 2 എണ്ണം. ആദ്യം ലൈനിങ്, പിന്നെ മെയിൻ ക്ലോത്ത് 2 എണ്ണം വെച്ച്, അങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് കേട്ടോ ഈ ഭാഗം ചെയ്യുന്നത്.
അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കണം. ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്കൂടി മടക്കി അടിഭാഗം സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പം അടിഭാഗം ഞാനിവിടെ ഇന്റർലോക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് വെക്കണ്ടേ. സ്ലീവ് വെക്കാനായിട്ട് അംബ്രല്ല സ്ലീവ്സ് ആണ് വെക്കുന്നത്. നമ്മൾ മെയിൻ ക്ലോത്ത് എടുത്തു, അതിൽ ബാക്കിയുള്ള തുണിയില്ലേ അതിതുപോലെ 8 മടക്കണം കേട്ടോ. അംബ്രല്ല സ്ലീവ്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം 4 മടക്കി, പിന്നെ ഒന്നുകൂടി മടക്കി, അപ്പോൾ 8 ഭാഗമായിട്ട് വരണം. ഇതിൽ മടക്കി പോലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ 6 ഇഞ്ചാണ് എടുക്കുന്നത്. അത് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ 6 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് അംബ്രല്ല സ്ലീവ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ വേഗത്തിലാണ് പറയുന്നത്. ഇനി എന്താ ചെയ്യുക, ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി സെൻറ്ററിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് നീക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് 1/4 ഇഞ്ച് നീക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തില്ലേ അത് എടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക. നമ്മൾ ആ മാർക്ക് ചെയ്ത അവിടെയായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക. ഇതുപോലെ ഒപ്പം വെച്ചു കൊടുക്കുക. 2 സൈഡും ഒപ്പം വെച്ചു കൊടുക്കുക. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടത്, സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഇതിന് സെൻറ്റർ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് കയറ്റി വെച്ചു കൊടുക്കുക. അത് മാത്രം ശ്രദ്ധിക്കാം. സെൻറ്ററിൽ 1 ഇഞ്ച് നീക്കി വെച്ചു കൊടുക്കുക. ബാക്കി 2 സൈഡും ഒപ്പം വരുന്ന രീതിയിൽ. എന്താ പറയുക, ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് നീക്കിയിട്ട് വേണം വെച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ 1 ഇഞ്ച് നമ്മൾ കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കാം. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. പിന്നെ പിൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നീങ്ങി പോവില്ല കേട്ടോ. നീങ്ങി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇത് പിന്നെ തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് കണ്ടോ. ഇതുപോലെ സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 സ്ലീവ്സ് കിട്ടി കേട്ടോ. ഇനി സ്ലീവ്സ് നമുക്ക് ഇതിൽ എങ്ങനെ ചെയ്തെടുക്കുക, നമ്മുടെ ഉടുപ്പിൽ ഇതിൽ കുറവുള്ള ഭാഗം നമ്മൾ താഴെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. കണ്ടോ, കുറവ് തുണിയുള്ള ഭാഗം കണ്ടോ, അത് നമ്മൾ കൈയുടെ അവിടേക്ക് പോകണം. അവിടെ വെച്ചു കൊടുക്കുക. കൂടുതലുള്ളത് മുകളിലും ഷോൾഡറിൻ്റെ അവിടെയായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ചേർത്ത് വെക്കുക. 2ൻ്റെയും നല്ല വശങ്ങളാണ് ചേർത്ത് വെക്കുന്നത്. ഇതുപോലെ നല്ല വശത്താ ചെയ്യുന്നത്. അതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്ര ഒന്നുമില്ല, സിമ്പിളാണ്. ഇതുപോലെ ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ്സ് ഞാൻ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്, താഴെയും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ സിബ് വെച്ചില്ലേ, അവിടെ നമുക്കൊരു ഹുക്ക് വെക്കണം. അത് നമ്മൾ തുന്നി കൊടുക്കണം. പിന്നെ നമ്മൾ എന്താണ് തുന്നാനുള്ളത്, നെക്ക് തുന്നണം. നെക്ക് നമ്മൾ എക്സ്ട്രാ പീസ് വെച്ച് കൊടുത്തില്ലേ, അത് നമ്മൾ പൊന്തി നിൽക്കുന്നുണ്ടാവും. ടോപ്പ് സ്റ്റിച്ച് അടിച്ചു കൊടുത്താലും അടിച്ചിട്ടുണ്ടെങ്കിലും അത് പൊന്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ തുന്നി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്കാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടണും കൂടി വരും കേട്ടോ. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു